സ്വർഗങ്ങളെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും ഒരു ഡീറ്റെയിൽഡായിട്ട് ഇത് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മൾക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, 2-ാം സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ദേഹീയ ലെവലിൽ എപ്പോഴും വേണോ വേണ്ടായോ, അടിക്കണോ വേണ്ടായോ, മറ്റവനെ കുറച്ച് ചീത്ത പറയണോ, അവനെ കൊല്ലണോ വേണ്ടായോ, നന്മ ചെയ്യണോ വേണ്ട, ഇങ്ങനെ ചിന്ത ഇങ്ങനെ വന്നും ഏലിയർക്കം പോലെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തോട് അടുത്തിരുന്നില്ല എങ്കിൽ നമ്മളെല്ലാം ഒരുപോലെ മോശമായിപ്പോകും. അതുകൊണ്ടാണ് വചനം സമയത്തും അസമയത്തും എപ്പോഴും പറയാനായിട്ട് നമ്മൾ റെഡിയാകണം. പ്രായമുള്ളവരോട് പ്രത്യേകം ഞാൻ പറയട്ടെ, ഈ TV കാണുന്നതും സീരിയൽ കാണുന്നതും ഒക്കെ നിർത്തി വെച്ച് കുറേ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെയും വചനം പറയുന്നവരെയും ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അനുഗ്രഹം വരും, നമുക്കും അതൊരു പ്രൊട്ടക്ഷനാണ്. സ്പിരിച്വൽ ഡിസോറിയൻറ്റേഷൻ, അതായത് ആത്മീയ കോളത്തിൽ നമുക്ക് എവിടെ നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. സ്പിരിച്വൽ നമ്മൾ എവിടെ നിൽക്കുന്നതെന്നറിയാതെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ കല വരുമ്പോൾ അതിനൊരു ഗമയുണ്ട്. എന്നെ അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ പോയി ഇവിടെ നിന്ന് വിളിച്ച് പറയും, ആരും കേൾക്കാൻ, ആരും അറിയത്തില്ല, ഓട്ടം വന്ന് പറയുന്നതെന്ന് പറയും. അല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അച്ഛന് ന്യൂയോർക്കിൽ പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കൂടെ $40, നേരത്തെ പറഞ്ഞിട്ടുള്ള $40 കൊണ്ട് എന്തെടുക്കാൻ ഒന്നും ചെയ്യില്ല. അദ്ദേഹം കാനഡയ്ക്ക് പോകാൻ വേണ്ടി വിസ എടുത്തു. അപ്പം എല്ലാം കൂടെ കഴിഞ്ഞ് $38 ചെല്ലും. പിന്നെ ആകെ $2 വേണം. $2 വേണം തിരിച്ച് വന്ന വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, ട്രെയിനേ കയറാൻ. $2 തിരിച്ച്. അപ്പം ഈ $2 അദ്ദേഹത്തിന് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ $2 ഏതായാലും വിറ്റ് കാശ് കൊടുത്തിട്ട് അപ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ ബർഗറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം ചെറുതായിട്ടുള്ള ഹോട്ട് ഡോഗോ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ കാശ് തികയത്തില്ല. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള സെൻട്രൽ പാർക്കിൽ അദ്ദേഹം അവിടെ പോയിരിക്കുകയാണ്. ന്യൂയോർക്കിൽ നടുക്കുള്ള ഒരു പാർക്കിൻ്റെ പേരാണ് സെൻട്രൽ പാർക്ക്. അദ്ദേഹം അവിടെ പോയിരുന്ന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഇനിയും ഷുഗർ കുറഞ്ഞാൽ പ്രശ്നമാകും, തിരിച്ചു പോകാൻ ടിക്കറ്റിന് $2 കയ്യിലും ഉള്ളൂ. ഈ അറിയപ്പെടാത്ത ദേശത്ത് ഞാൻ എന്നാ പറഞ്ഞാൽ ആര് കേൾക്കാനാ, മനസ്സിലായി. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത ഭാഗം ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന്, ശരിയാണല്ലോ, ദൈവം ഏലിയാവിന് ഭക്ഷണം കൊടുത്തതാണല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഉറക്ക മലയാളം, അയ്യോ എൻ്റെ കർത്താവേ, ഏലിയാവിന് ഭക്ഷണം കൊടുത്ത് നീ എനിക്കും ഭക്ഷണം തരണേന്ന് വിളിച്ചു കൂവി മലയാളത്തിൽ. ഒറ്റ മനുഷ്യന് മനസ്സിലായില്ല. ആളുകൾ വിചാരിച്ച് ഇദ്ദേഹം ഭ്രാന്തനായിരിക്കുമെന്ന്, അല്ലെ ആരും നോട്ട് ചെയ്ത് കാണത്തില്ല. കുറച്ച് നേരമായിരുന്നു. അധികം താമസിക്കാതെ 2 കൊറിയൻ കപ്പിൾസ് അതിലൂടെ കയറി വന്നു. ഭാര്യയും ഭർത്താവും വന്ന് ഈ അച്ഛനിരിക്കുന്ന അതേ ബെഞ്ചിൻ്റെ മറ്റേ സൈഡിൽ വന്നിരുന്നു. അങ്ങനെ അവിടെ വലിയ നീളമുള്ള ബെഞ്ചാണല്ലോ ഇട്ടിരിക്കുക. അവരെന്തൊക്കെയോ ആംഗ്യം വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വന്നതാ, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കാരണം കൊറിയക്കാർക്ക് വലിയ ഇംഗ്ലീഷും പരിചയമില്ല. അറിയാവുന്ന ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇച്ചിരി നേരം സംസാരിച്ചു. ഭാര്യ ഒരു കൊട്ട് കൊടുത്തു ഭർത്താവിന്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എഴുന്നേറ്റ് പോകുന്നൊരു ദൂരെ നിന്ന് ഒരാൾ ഹോട്ട് ഡോഗ് വിൽക്കുന്നുണ്ട്. പാർക്കിലൊക്കെ സാധാരണയാണല്ലോ. അപ്പം ഈ മനുഷ്യൻ ഈ അച്ഛനോട് ചോദിച്ചു, വേണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി? അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങ് പോകും. അപ്പോൾ പോയപ്പം അച്ഛൻ വളരെ ദുഃഖത്തോടെ ദൈവത്തോട് പറഞ്ഞു, അല്ല ഞാൻ അവർ ചോദിച്ചപ്പം ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പം വേണമെന്ന് എങ്ങനെയാണ് പറയുന്നത്? അതൊരു നാണം കേടല്ലേ എനിക്ക്, ഞാൻ എങ്ങനെ ചോദിക്കും, നിനക്കറിയാലോ എനിക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം തന്നേക്കുമെന്ന് വിചാരിച്ചു. എന്തായാലും 2 മിനിറ്റിനകം ആ മനുഷ്യൻ ഒരു ഹോട്ട് ഡോഗും വലിയൊരു ജാർ, അവിടുത്തെ കപ്പ് അത്രയാണ്, ഇത്ര വലിയ കപ്പ്, ഒരു പെപ്സിയും കൂടെ കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ കയ്യിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തേച്ച് അവർ പോയി. ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ച ദൈവം സെൻട്രൽ പാർക്കിൽ ഇറങ്ങി വന്നു. തലങ്ങൾ മാറുന്നില്ല, സ്വർഗം മാറുന്നില്ല. ഇപ്പോഴും ദൈവത്തെ വിളിച്ചാൽ കാക്കയല്ല, മനുഷ്യരെയല്ല, ദുഷ്ടനെ കൊണ്ടുപോലും ദൈവം നമുക്ക് വേണ്ടത് തരിപ്പിക്കുന്ന ദൈവം തന്നെയാണ് ജീവിക്കുന്നത്. ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്നങ്ങ് നിർത്ത്. ഈ കുറ്റം പറയുന്ന ജോലി പിശാചിൻ്റെ, അത് നമ്മളെന്തിനാണ് ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവരുടെ നന്മ കാണുമ്പം ജലസി വരുന്ന പിശാചിൻ്റെ, അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിരുന്നെങ്കിലെന്ന് ഞാനും ചിന്തിക്കുക. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, ദൈവം ഭൂമി ഇങ്ങനെ ഒരു ഡോം ഷേപ്പിലാണ് ഈ സ്വർഗം ഉണ്ടായത്. അതായത് തന്നെ ഒരു ഭൂമിയുടെ ഷേപ്പ് തന്നെ വട്ടമല്ലേ, അതൊരു ഡോമിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കുമ്പോൾ ഈ 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സ്വർഗപിതാനും ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വിളിച്ച് പറയുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ മഹത്വമുണ്ട്.
നമ്മളെവിടെ വെട്ടം കാണുന്നിടത്തെല്ലാം നമുക്ക് ദൈവത്തെ കാണാൻ ഒക്കും. കാരണം ഇരുട്ടിലിരിക്കുന്നവരും ദൈവത്തെ കാണുന്നുണ്ട്. പക്ഷേ 19-ാം സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നത്? ഭൂമി അതിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുക. ആണോ? നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയാതെ ഇന്ന് സങ്കടം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ബാക്കി വായിച്ചു നോക്കാം നിങ്ങൾക്ക്. നമ്മൾ കാണുന്നതിലുപരിയായിട്ട് ദൈവം ഭൂമിയിൽ പ്രസൻ്റാണ്. നമ്മൾ അവനെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരേണ്ട ജോലി നമ്മുടേതാണ്. നമ്മളത് ചെയ്യണം, ചെയ്തേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. അപ്പം നമുക്കൊരു ഡിവൈൻ ഒരു റെവലേഷൻ, സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് ദൈവം തരണം. ഈ സ്വർഗീയമായ കാഴ്ചപ്പാട് നമ്മൾ ആരുടെ അടുക്കലിട്ട് പോകുന്നത്? നമുക്ക് പൊസിഷനിങ് കറക്റ്റാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? പൊസിഷനിങ് ഗീവ്സ് യു അതോറിറ്റി. അതായത് ഞാൻ ആരുടേതാണ്, ഞാൻ എന്തിനായി ഭൂമി ജീവിക്കുന്നത്, ഞാൻ ആരാണ്. അതോറിറ്റി ഡിപ്പെൻഡ്സ് ഓൺ യുവർ അവെയർനെസ്. ഞാൻ ദൈവ മക്കളാണ്. പിശാച് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയാനുള്ള സ്ലേവൊന്നുമല്ല, അവൻ്റെ പൂണി കിടക്കുന്ന സാധനമൊന്നുമല്ല ഞാൻ. എൻ്റെ മക്കളെ അവന് ഒരധികാരവും ഇല്ല 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 എന്ന് എത്ര പേർക്ക് പറയാറിയാം? തൊടത്തില്ല അവൻ. എൻ്റെ ദൈവം സമ്മതിക്കാതെ എൻ്റെ തലയിൽ ഒരു മുട്ടി പോലും പോകത്തില്ല. പറയാനറിയാമോ? കർത്താവിൻ്റെ നാമത്തിൽ അധികാരം ഏറ്റെടുക്കണം. ഞാൻ ഈ അതോറിറ്റിയെക്കുറിച്ച് നേരത്തെ ഒരു വചനം പറഞ്ഞായിരുന്നു. ഇത് വചനങ്ങൾ ഓരോന്നും തട്ടായിട്ട് ദൈവം നമുക്ക് തരുന്നത്. ഈ യാക്കോബിൻ്റെ ഗോവേണിയെ കൂടെ നമ്മൾ മുകളിലോട്ട് കയറി, നമ്മൾ താഴോട്ട് പോകുന്നില്ല. നമുക്ക് താഴോട്ട് പോകാൻ ഒക്കത്തില്ല. ചിലപ്പോൾ അവിടെ കുത്തിയിരിക്കുമായിരിക്കും, അത് വേറെ കാര്യം. ആരേലും താഴെ നിന്ന് വന്ന് വീണ്ടും പൊക്കി നമ്മളെ മേളിൽ കയറ്റി വിടും. ദൈവത്തിൻ്റെ സ്നേഹം വലുതല്ലേ? അല്ലെ അവൻ കൈക്ക് പിടിച്ച് നമ്മളെ മേളിൽ കയറ്റും. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പഠിക്കുക. കർത്താവ് മറുരൂപ മലയിലേക്ക് കൊണ്ടുപോയിട്ട് മത്തായിയുടെ സുവിശേഷം 17:1-8 നമ്മൾ കാണുന്നു, യേശുക്രിസ്തു താൻ ആരേ എന്ന് ശിഷ്യന്മാരെ കാണിക്കാൻ യാക്കോബ്, യോഹന്നാന്, പത്രോസ് ഇവരെ 3 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് മറുരൂപമുണ്ട് താബോർ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യേശുക്രിസ്തു തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു. തന്നെ സ്നേഹിക്കുന്നവരോടല്ലേ കാണിച്ചു കൊടുത്തു. അപ്പം യേശുവിൻ്റെ കൂടെ മോശ ഏലിയാവും വന്നിരിക്കുന്നു. ഈ മോശ ഏലിയാവ് എന്ന് പറയുന്നത് ഒരാൾ മരിക്കാതെ എടുത്ത ഏലിയ പ്രവാചകൻ മരിക്കാതെ പോയത്. മോശ മരിച്ചത് അടയ്ക്കെങ്കിൽ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഇവർ 2 പേരും യേശുവിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ശിഷ്യന്മാർ കണ്ടു. എന്താ അവർ സ്വർഗത്തിൽ പോയത്? അപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന ദൈവം കാണിക്കും. യേശുവിൻ്റെ കൂടെ വന്നവരെ ഒരു കണ്ടു കഴിഞ്ഞപ്പം പത്രോസ് പറഞ്ഞ എന്താണ്? നമുക്കിവിടെ 3 കൂടാരം ഉണ്ടാക്കാം, 3 പേര് ഇവിടെ താമസിക്കും, നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാമെന്ന്. അത് ദൈവം സമ്മതിച്ചില്ല. അവർ ഉടനെ ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ നീ ശ്രദ്ധ വെക്കുക, ഇവന് ചെവി കൊടുക്കുക. അതുവരെല്ലാം നിലത്ത് വീണ ശബ്ദം കേട്ടു. പക്ഷെ നിലത്ത് വീണ് കഴിഞ്ഞിട്ട് പൊങ്ങി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. മോശയില്ലായിരുന്നു, ഏലിയാവും ഇല്ലായിരുന്നു, യേശു മാത്രം. ഓർക്കണേ, ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും അവസാനം വരെ അന്ത്യം വരെ നിൽക്കുന്ന ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു. അവൻ മാറുകയില്ല. അവൻ നമുക്ക് വേണ്ടി ക്രൂശ് വഹിച്ച് നമ്മളെ 1-ാം സ്വർഗത്തിൽ നിന്ന്, ഈ ഭൂമി തലത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലെ യുദ്ധം മാറ്റി നിർത്തി, അല്ലെ അതിനകത്തൊരു വഴിയുണ്ടാക്കി 3-ാം സ്വർഗമാകുന്ന പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ ഇരുത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനാ? അത് മരിച്ചിട്ടുള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പം എഫേസ്യർക്ക് ലേഖനം 1:21 എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അതറിയാം. അതിലേക്ക് ഞാൻ കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും വെച്ച് കർത്താവേ, കാണുന്ന തലം, ചുറ്റുമുള്ള മനോഹരമായ ഭൂമി, 1-ാം സ്വർഗം, അത് മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ച് വെക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ കരുണ കൊണ്ട് ഞങ്ങൾ നിന്നു പോകുന്നു. 2-ാം സ്വർഗം എന്ന് പറയുന്ന ഈ കള്ളപിശാചും അവൻ്റെ ദൂതന്മാരും ദൈവദൂതന്മാരുമുള്ള നിരന്തര യുദ്ധം, അതുപോലെ ഒരു ഘടകം ഞങ്ങൾക്കുണ്ട്. ദേഹീതലം എന്നും യുദ്ധമാണ്, എന്നും സംശയമാണ്, എന്നും വെപ്രാളമാണ്, എന്നും ബലഹീനത. എപ്പോൾ ചൊവ്വാവും അറിഞ്ഞുകൂടാ. ഈ 2-ാം തലത്തിലുള്ള ഈ ബലഹീനത സ്വഭാവം ഈ 2-ാം തലത്തിലെ യുദ്ധത്തിനെ പോലെ തന്നെ ഇവിടെയും ഞങ്ങൾ വീണു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നയിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് 2-ാം തലത്തിൽ നിൽക്കുന്ന ദുഷ്ടശക്തിയെ അടിച്ചു മാറ്റുമ്പം ഞങ്ങളുടെ അറ്റ്മോസ്ഫിയർ ശരിയാകും. അപ്പോൾ നമ്മുടെ ബുദ്ധി ക്ലിയറാകും. അപ്പം നമുക്ക് ചിന്തിക്കാൻ വെക്കും, നേരിട്ട് ദൈവത്തെ കാണാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പച്ച എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കണമേ. ആ തലമൊന്ന് മനസ്സിലാക്കി തന്ന് പിതാപുത്ര പരിശുദ്ധാത്മാവ് ഇരിക്കുന്നതായ സ്വർഗമണ്ഡലം യെശയ്യാ പ്രവാചകൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്വർഗം തുറന്നിരിക്കുന്നതും സിംഹാസനത്തിൽ പിതാവ് ഇരിക്കുന്നതും ആ കാണാനുള്ള ഭാഗ്യം. നീ പരിശുദ്ധൻ 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 എന്ന് പറയുന്ന അവിടെ വന്ന് എന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അതൊക്കെയല്ലേ കർത്താവേ, ആത്മാവിൽ അത് സാധിക്കും.
ഞങ്ങളത് കണ്ടിരിക്കുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളെ എന്നും പ്രാർത്ഥിപ്പിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആത്മാവ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗവും ഞങ്ങളും കൂടെ ഒരുമിച്ചൊരു ബന്ധം തരുന്നതിന് സ്തോത്രം. പിതാവിന് ഞങ്ങളോട് സ്നേഹം തോന്നുന്നതിന് സ്തോത്രം. ഇതെല്ലാം ചെയ്യുന്നത് പുത്രൻ്റെ നാമത്തിലാണ്. ആ പുത്രൻ്റെ മഹത്വം വേറൊരാൾക്ക് കൊടുക്കാൻ ഇടയാക്കാതെ നിന്നെ വന്ദിക്കേണ്ട പോലെ, മാനിക്കേണ്ട പോലെ, നിന്നെ കൊടുക്കേണ്ട വില കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാൽ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പുത്രന് വേണ്ടി ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിപ്പാൻ, ഇരുട്ട് മാറി വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.